ടീമിലെ താരങ്ങൾ പെട്ടെന്ന് ഔട്ടാവുമ്പോൾ ആ ടീമിനെ താങ്ങി നിർത്തേണ്ടത് ക്യാപ്റ്റന്റെ കടമയാണ്. എന്നാൽ ഇന്ന് ആദ്യം തന്നെ ക്യാപ്റ്റൻ ഔട്ടായി. ഈ സമയത്ത് വൈസ് ക്യാപ്റ്റനായ സഞ്ജുവാണ് മികച്ച കളി കാഴ്ചവെച്ചത്. സഞ്ജു ഇന്ന് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. 4 പടുക്കൂറ്റൻ 6 അടക്കം 58 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഇന്ന് സഞ്ജുവിന്റെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന്റെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവാണ് ശരിക്കും ഇന്നത്തെ കളിയിലെ താരം. ഇതുപോലത്തെ കളിക്കാരനെയാണ് എല്ലാ ടീമുകൾക്കും ആവശ്യം. സഞ്ജുവിനെ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ആക്കണം. സഞ്ജുവിന് അതിന് യോഗ്യതയുണ്ട്. സഞ്ജു ഇപ്പോൾ വൈസ് ക്യാപ്റ്റനാണ്. വൈസ് ക്യാപ്റ്റനായിട്ടല്ല സഞ്ജു ഇന്ന് കളിച്ചത്. അവൻ ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും മികച്ചു നിന്നു. ഇതുപോലത്തെ ഒരു താരം T20 ക്രിക്കറ്റിൽ ആവശ്യമാണ്. സഞ്ജുവിനെ ഇനി ഒരു മാച്ചിൽ പോലും ഒഴിവാക്കരുത്. സഞ്ജുവിനെ ഇന്ത്യയുടെ മെയിൻ കീപ്പർ ആക്കണം. ഇന്നത്തെ കളിയിൽ തന്നെ എന്ത് മനോഹരമായിട്ടാണ് സഞ്ജു കളിച്ചത്. അവന്റെ ബാറ്റിംഗ് ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു. സഞ്ജുവിനെ നമുക്കിനി ഏകദിനത്തിലും ഇറക്കാൻ സാധിക്കും. സഞ്ജു പ്രതിഭാശാലിയാണ്. സഞ്ജു അവന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥിരസാന്നിധ്യമാകട്ടെ എന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. സിംബാബ്വെ സീരീസിൽ സഞ്ജു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷേ ഗില്ലിനേക്കാൾ മികച്ച ക്യാപ്റ്റൻ സഞ്ജു തന്നെയാണ്. രാജസ്ഥാന് വേണ്ടി സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെക്കാറ്. എങ്കിലും BCCIക്ക് സഞ്ജുവിനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തട്ടിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗിൽ 167 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ സിംബാബ്വെ 125 റൺസിൽ ഓൾ ഔട്ടായി. ഇന്നത്തെ സഞ്ജുവിന്റെ ബാറ്റിംഗ് മലയാളി ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സിംബാബ്വെ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ശ്രീലങ്കൻ പരമ്പരയാണ്. T20യും ഏകദിനവുമാണ് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത്. ഇന്ന് അടിച്ചു കളിച്ചത് കൊണ്ട് ശ്രീലങ്കൻ പരമ്പരയിൽ സഞ്ജുവിന് അവസരം കിട്ടിയേക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.